അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു. 45-ാം സങ്കീർത്തനം 2-ാം വാക്യം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരത്തിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന വിശുദ്ധ ജനമേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നസറനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ദൈവദാസന്മാരായ കോരഹിൻ്റെ പുത്രന്മാർ രചിച്ചിരിക്കുന്ന പാട്ടുകളുടെ പല പാട്ടുകൾ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ രചിച്ചിട്ടുണ്ടെങ്കിലും 45-ാം സങ്കീർത്തനം അഥവാ പാട്ട് മറ്റുള്ള അവരുടെ പാട്ടുകളിൽ നിന്ന് സവിശേഷതയേറിയതും അതിശ്രേഷ്ഠവും ആകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ പാട്ടുപാടിയ ദാവീദിനെ കുറിച്ചും അവൻ്റെ സങ്കീർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. പാട്ടുകളെക്കുറിച്ച്. സങ്കീർത്തനം എന്ന വാക്കിൻ്റെ അർത്ഥം പാട്ടുകൾ എന്നാണ്. ന്യായപ്രമാണ പീരീഡിൽ ജീവിച്ചിരുന്ന ഏതൊരു വിശുദ്ധനും ഈ ഭൂമിയിലുള്ള പാവരഹിതമായ നാൽക്കാലികളുടെയും പറവജാതികളുടെയും രക്തത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധരാകുവാൻ ശ്രമിച്ചപ്പോൾ അവരെ അന്തരാത്മാവിൽ അതിനൊരു പൂർണ്ണത കാണാതിരുന്ന സന്ദർഭങ്ങളിൽ അവർ ദൈവത്തോട് സംശയാസ്പദമായി പ്രാർത്ഥിച്ചിരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ഇവണ്ണം അവർ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവം ഭാഗമായി വിവിധങ്ങളായി വിവിധ സമയങ്ങളായി ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവം രക്ഷാപൂർത്തീകരണത്തിൻ്റെ പല പദ്ധതികളെ, കർത്താവിൻ്റെ പദ്ധതിയിലുള്ള പല പരിപാടികളെക്കുറിച്ച് അല്ലെങ്കിൽ പല ഭാഗങ്ങളെക്കുറിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് എബ്രായ ലേഖനം എഴുതിയ നമ്മുടെ സഹോദരനും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, ന്യായപ്രമാണ കാലത്തുണ്ടായിരുന്ന വിശുദ്ധന്മാർക്ക് കർത്താവിൻ്റെ തിരുവെഴുത്തിലുള്ള അല്ലെങ്കിൽ രക്ഷയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്ന, അവർക്ക് അടിസ്ഥാനമായി കൊടുത്ത ന്യായപ്രമാണത്തിലൂടെ ആ രക്ഷാപൂർത്തീകരണം പ്രാപിച്ചെടുക്കുവാൻ അവർക്ക് കഴിയില്ല എന്നുള്ള അവരുടെ വെളിപ്പാടിൻ പ്രകാരമുള്ള ബോധ്യതയിൽ അവർ ദൈവത്തോട് രക്ഷയുടെ പൂർണ്ണത ആരാഞ്ഞിരുന്നു എന്നും നമുക്ക് സങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ച് സങ്കീർത്തന ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രകാരം പറഞ്ഞത്, എൻ്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക എന്ന് 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലൂടെ ഉച്ചരിച്ചിരിക്കുന്നു. ഇതേ ഉദ്ധരണി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യേശു തന്നെ ഉച്ചരിച്ചതായിട്ട് ഈ സുവിശേഷകന്മാർ സുവിശേഷം യേശുവിൻ്റെ ചരിത്രം എഴുതിയ സമയങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. പ്രിയരെ, അവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ഉദ്ധരണി അനുസരിച്ച് അവർ ഉദ്ധരിച്ചിരുന്നതെല്ലാം ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനെ കുറിച്ചത്രേ രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ക്രിസ്തു എന്നതൊരു വ്യക്തിയെ പ്രദാനം ചെയ്യുന്ന വാക്കല്ല. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നത്രേ. അപ്പം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശപൂർത്തീകരണത്തിനു വേണ്ടി ദൈവം ആരെ അഭിഷേകം ചെയ്യുന്നുവോ
അവരെല്ലാം അഭിഷക്തരാണ്. എന്നാൽ ന്യായപ്രമാണ കാലത്തുള്ള അഭിഷക്തന്മാരെ ക്രിസ്തുവിൻ്റെ അവകാശികൾ അല്ലെങ്കിൽ ക്രിസ്തു എന്ന അഭിഷക്തനിലൂടെ ദൈവം ചെയ്യുവാനിരിക്കുന്ന ദൈവപദ്ധതിയുടെ ആ ദൈവഹിതം അവരിൽ കാണുന്നില്ല. കാരണം അവർ മുഖാന്തരം പിശാചിൻ്റെ പ്രവർത്തികൾ അഴിഞ്ഞിരുന്നില്ല. ന്യായപ്രമാണ കാലത്ത് ദൈവം മോശയെ അഭിഷേകം ചെയ്തു. ന്യായപ്രമാണ കാലത്ത് ദൈവം മോശയ്ക്ക് ശേഷം യോശുവയെ അഭിഷേകം ചെയ്തു. ന്യായാധിപന്മാരെ അഭിഷേകം ചെയ്തു. രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തു. എവരിലൂടെയൊന്നും ദൈവം പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ചിരുന്നില്ല. എന്നാൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവം നിയുക്തനാക്കിയ വ്യക്തിയും വ്യക്തി സമൂഹത്തിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കേണ്ടതിന് കർത്താവ് ഒരു പീരീഡ് നിശ്ചയിച്ചു. ആ പീരീഡിനെയാണ് നമ്മൾ തിരുവെഴുത്തും പ്രകാരം കൃപായുഗം എന്ന് വിളിക്കുന്നത്. ഈ കൃപായുഗ പീരീഡിൽ ദൈവം അഭിഷേകം ചെയ്ത നമ്മുടെ തലയാകുന്ന കർത്താവിനെയും ശേഷം അവൻ്റെ ശരീരാവയവങ്ങളായ ഈ ഭൂമിയിലുള്ള വിശുദ്ധ സഭയിലെ ഓരോ അവയവങ്ങളെയും ക്രിസ്തുവിൻ്റെ അവയവങ്ങളെന്നും നമ്മുടെ തലയായവനെ ക്രിസ്തു എന്നും തിരുവെഴുത്ത് പ്രതിദാനം ചെയ്യുന്നു. ആകയാൽ പ്രിയരെ, ദൈവം ഈ പീരീഡിൽ ദൈവത്തിനു വേണ്ടി യേശുക്രിസ്തുവിലൂടെ ആരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു അവരെല്ലാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു. അവരെയും ക്രിസ്തു എന്ന് സംബോധന ചെയ്യാം ഒരു വാക്കിനാൽ. കാരണം അഭിഷക്തൻ എന്ന അർത്ഥമാകുന്നു ക്രിസ്തു എന്ന പദത്തിൽ ഉള്ളതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ക്രിസ്തു എന്നോ ക്രിസ്തുവിൻ്റെ അവയവങ്ങളെന്നോ സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവാകുന്ന ദൈവം ക്രിസ്തു എന്ന അഭിഷേകത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവിക ലക്ഷ്യം യേശുക്രിസ്തു മുഖാന്തരമായി, നമ്മുടെ തല മുഖാന്തരമായി, നമുക്ക് തലയെ പിരിഞ്ഞൊന്നും ചെയ്യുവാൻ കഴിയയില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കർത്താവ് അത് മുന്നമേ അറിയിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ഊന്നി പറഞ്ഞിരിക്കുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. നമുക്ക് യേശുക്രിസ്തു എന്ന നമ്മുടെ തലയെ പിരിഞ്ഞ് വല്ലതും ചെയ്യണമെന്നുള്ള ആഗ്രഹവും യേശുക്രിസ്തുവിൻ്റെ ശരീരാവയവമായ നമുക്കൊന്നും ഇല്ലാതാനും. അതുകൊണ്ട് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൽ എന്നെക്കുറിച്ചുള്ള ദൈവവിളിയെക്കുറിച്ചും എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചുള്ള ദൈവവിളിയെ ഓർച്ച് കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെ യേശുക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിൻ്റെ അവകാശത്തിൻ്റെ ഓഹരി നൽകി. അതായത് യേശുക്രിസ്തുവിൽ നമ്മളെ ജനിപ്പിച്ച് ദൈവപുത്രൻ എന്നും ദൈവപുത്രന്മാരെന്നും അവകാശത്തിലേക്ക് നമ്മെ നയിച്ച് അവൻ നമ്മളെ അഭിഷേകം ചെയ്ത് കർത്താവാകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലൂടെ തഹിക്കുന്നു എങ്കിൽ നമ്മളിലൂടെ പിശാചിൻ്റെ പ്രവർത്തികൾ അഴിയപ്പെടുന്നു. ഹല്ലേലൂയ. അത് കൃപായുഗത്തിലുള്ള ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്ന ദൈവസഭയിലുള്ള അഭിഷക്തന്മാരിലൂടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പിശാചിൻ്റെ പ്രവർത്തികൾ അഴിയപ്പെടുന്നുള്ളൂ. ഇക്കാരണങ്ങളാൽ ഈ കർത്താവാകുന്ന യേശു ക്രിസ്തുവിലും നമ്മുടെ തലയാകുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ഉടലാകുന്ന നമ്മിലെ ഓരോരുത്തരിലും ലൂടെയുള്ള പിശാചിൻ്റെ പരീക്ഷകൾ ഏറെ കഠിനമേറിയതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, ഇത്രയധികം പരീക്ഷകളും കഷ്ടങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ ഈ വഴി വേണ്ട എന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. പിന്നെയോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനു വേണ്ടി കഷ്ടങ്ങളിൽ തികവുള്ളവരായി, കഷ്ടങ്ങളിൽ ക്രൂശിൽ തികയായത് തികയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ സ്വയത്തെ വെടിഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നമുക്ക് അസാധ്യമായിരിക്കുന്നത് സാധ്യമാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ
ആമേൻ വിടുതൽ നൽകി നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ചോദിക്കുന്നതിലും നമ്മൾ നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുവാൻ കഴിവുള്ള സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ താണിരിക്കുന്നുവെങ്കിൽ നമ്മെ നടത്തുവാൻ, നമ്മെ നയിക്കുവാൻ, നമ്മുടെ വേദനകൾ മാറ്റുവാൻ, ദുഃഖങ്ങളെ അകറ്റുവാൻ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് വിടുതൽ തന്ന് നമ്മെ പുലർത്തുവാൻ സഹായിപ്പാൻ യേശുക്രിസ്തു മതിയായ കർത്താവാകയാൽ അവൻ്റെ വിശുദ്ധ കരങ്ങളിൽ ആണിപ്പഴുതുള്ള നിങ്ങളുടെ സ്ഥാനാധിപതിയായ നസറനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ താണിരിപ്പാൻ സർവശക്തൻ നിങ്ങളെയും എന്നെ ഒരേപോലെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ പ്രത്യാശിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം അതിശ്രേഷ്ഠവുമാകുന്നു, ഏറെ ഉത്തരവാദിത്വം നിറഞ്ഞതും ശ്രേഷ്ഠാധികാരത്തിനും കീഴിലുള്ളതുമാകുന്നു. ആകയാൽ ഓരോ നിമിഷവും ഓരോ വിശുദ്ധനും സർവശക്തൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങളിൽ താണിരിക്കണമേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. സർവശക്തനാൽ എല്ലാം സാധ്യമാണ്. ദൈവം നിങ്ങളെ എല്ലാ തലങ്ങളിലും യേശുക്രിസ്തു മുഖാന്തരം സഹായിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ക്രിസ്തുവിൻ്റെ അവയവമായി തീരുവാൻ ദൈവം നിങ്ങളെ മുൻനിയമിച്ചിരിക്കുന്നു എങ്കിൽ സ്തോത്രം, നിങ്ങളും ദൈവത്തിൻ്റെ അഭിഷക്തർ എന്നുള്ള ആമേൻ ബോധത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ ഓരോ ഉണർന്നിരിക്കുന്ന സമയവും എന്ന് യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിന് സകലതും സാധ്യമല്ലോ. ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല. സ്തോത്രം, നമുക്ക് പലപ്പോഴും പലതും അസാധ്യമെന്ന് തോന്നും. അത് പിശാച് തോന്നിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ്. പ്രിയരെ, അത് അങ്ങനെയല്ല. സ്തോത്രം, നമ്മളിൽ വസിക്കുന്നവന് നമ്മളിലൂടെ സകലതും സാധ്യമാണ്. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് ലഭിച്ച നമ്മുടെ സഹോദരൻ പൗലോസ് പറയുകയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമെന്നറിയേണ്ടതിന് നമ്മുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത്. അത് നമ്മുടെ മൺകൂടാരങ്ങളിൽ പകരുവാൻ കർത്താവ് നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നെങ്കിലും പ്രിയരെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവഹിതമേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. ദൈവഹിതമേ നടക്കുള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതികളെ നടക്കത്തുള്ളൂ. ദൈവം എന്ത് പദ്ധതി ഇട്ടിരിക്കുന്നു, ദൈവം എന്ത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നു, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. വേറെ എന്തെല്ലാം സംഭവിക്കണമെന്ന് സാത്താൻ ആഗ്രഹിച്ചാലും ഒന്നും നടക്കില്ല. കർത്താവായ യേശു ലോകാവസാനത്തോളം നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനാധിപതിയായി ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സാത്താനുള്ളതെയും മരണത്തിലുള്ളതിനെയും പാപത്തിലുള്ളതിനെയും സ്തോത്രം ജഡത്തെയും ജഡത്തിലുള്ളതിനെയും ഈ ലോകത്തിൽ നമ്മളെ ആകർഷിക്കുന്ന ദൈവഹിതത്തിന് വിരുദ്ധമായി നമ്മളിൽ ഭരിക്കുവാൻ നമ്മൾ മുമ്പിലേക്ക് അവകാശം പറഞ്ഞു നിൽക്കുന്ന എല്ലാ പൈശാചികതയും ജഡികത്തെയും ജയിച്ചുകൊണ്ട് യേശുക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്തത്, ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയരെ, ആമേൻ, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. ലോകത്തെ ജയിച്ചവനായി നമ്മളിൽ വസിക്കുകയാണ്. ആമേൻ, സ്തോത്രം. നമ്മളിൽ അസാധ്യമെന്ന് നമ്മുടെ ബുദ്ധിക്ക് നമ്മളെ കൊണ്ട് നമുക്ക് തോന്നുമാറാക്കുന്നെങ്കിൽ അതിനപ്പുറമായിട്ട് ആമേൻ നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കഴിഞ്ഞ പല ക്ലിപ്പുകളിലും ആമേൻ കുറച്ച് പഴയ ക്ലിപ്പുകളിലും ഞാൻ നിങ്ങളോട് യേശുക്രിസ്തു പ്രബോധിപ്പിച്ചതുപോലെ നമ്മളിൽ രണ്ട് മനുഷ്യനുണ്ട്. ഒന്ന് പുറമേയുള്ള മനുഷ്യനും മറ്റൊന്ന് അകത്തെയുള്ള മനുഷ്യനും. പുറമേയുള്ള മനുഷ്യനും അകത്തുള്ള മനുഷ്യനും സ്തോത്രം ഈ ശരീരവാസം തീരുന്നത് വരെ ശക്തമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. അകത്തെ മനുഷ്യന് സ്തോത്രം ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിപ്പാൻ ആഗ്രഹമുള്ളപ്പോൾ പുറമെയുള്ള മനുഷ്യന് പിശാചിൻ്റെ പ്രവൃത്തി ചെയ്യാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. പ്രിയരെ, ആകയാൽ ഈ പുറമെയുള്ള മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കണം. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ ഫിലിപ്പോസ് സ്തോത്രം പൗലോസിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, സ്തോത്രം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ചുവടുകൾ വെക്കുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിപ്പാൻ സർവശക്തനാൽ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. ഞാനത് നിങ്ങളിൽ പ്രത്യാശിക്കുന്നു, ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളിൽ അത് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഫലം നിങ്ങളിൽ ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം അത് നിങ്ങളിൽ സാധ്യമാക്കി തരട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി
വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സർവശക്തന് സകലതും സാധ്യമാണ്. ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. പ്രിയരെ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ ആദരത്തിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ കർത്താവാകുന്ന ദൈവം ഈ ഭൂവാസത്തിന് ശേഷവും അവൻ്റെ അപ്പോസ്തലന്മാരിലൂടെയും നമ്മളോട് ഇപ്രകാരം ആജ്ഞാപിച്ചിരിക്കുന്നു. ആമേൻ. വരുവീൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. സ്തോത്രം. ഈ അനുഗ്രഹം ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ദാനമാണെന്ന് പ്രിയരെ നിങ്ങൾ ചിന്തിക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ജനനമോ മരണം വരെയുള്ള ജീവിതമോ, ഇതിനകത്ത് വിദ്യാഭ്യാസമായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ജോലിയാണെങ്കിലും സ്തോത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സാമ്പത്തിക ഭദ്രതയാണെങ്കിലും ജീവിത സുഖങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. സ്തോത്രം. ആകയാൽ ഈ ദാനങ്ങൾ വരികയും ചെയ്യും, ഇത് നശിച്ചു പോവുകയും ചെയ്യും. സ്തോത്രം. ഇത് വരുന്നത് പോലെ തന്നെ വേണമെങ്കിൽ നശിച്ചു പോകാം. ഇത് നിലനിൽക്കുന്നതല്ല, ഇത് നശിച്ചു പോകുന്നതത്രേ. ഈ ശരീരവാസത്തിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നത് വരെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടോ? ഇതൊന്നും മരണശേഷം നമ്മളെ അനുഗമിക്കുന്നില്ല. നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, പാർപ്പിടത്തിൻ്റെ ആവശ്യമില്ല, വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, പൈസയുടെ ആവശ്യമില്ല. സ്തോത്രം. ഈ ലോകത്തിലെ മനുഷ്യൻ നല്ലതെന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല, ചീത്തയെന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല, ഈ ലോകത്തിലെ യാതൊന്നിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഈ ശരീരവാസത്തിനകത്തുള്ള കാര്യമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദാനം എന്ന വാക്കിൻ്റെ അർത്ഥം അവകാശം ആണോ ചോദിച്ചാൽ, അവകാശം എന്ന് പറയുമ്പോൾ ഓഹരി എന്ന് പറയേണ്ടി വരും. ഓഹരി ആണോ ചോദിച്ചാൽ അല്ല. സ്തോത്രം. എന്താണ്? സൃഷ്ടിതാവ് സൃഷ്ടികൾക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. സ്തോത്രം. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ അരികിൽ ഒരു ഭിക്ഷക്കാരൻ വന്നെന്നിരിക്കട്ടെ. അവൻ നമ്മളോട് യാചിക്കുന്നു, എനിക്ക് വല്ലതും തരണമേ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് അവന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. പിന്നെ യാചിക്കുന്നത് കൊണ്ട് നമുക്ക് അവൻ്റെ യാചന കണ്ട് മനസ്സലിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനങ്ങൾ അവന് കൊടുക്കുന്നു. ആ ദാനം അവൻ്റെ കയ്യിലിരിക്കുമ്പോൾ അത് അവൻ്റെ അല്ല, നമ്മുടേതാണ്. ഇതേപോലെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയും നൽകുന്നതെല്ലാം ദാനങ്ങളാണ്. ആ ദാനങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും അത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് അത് നമ്മുടെ തിരിച്ചു മേടിക്കാം. കാരണം സൂപ്പർ പവറാണ് ദൈവം. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ദൈവം പറഞ്ഞത്, വരുവീൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ജഡത്തെ അല്ല പ്രിയരെ. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവിനെയാണ്. അപ്പം ആത്മാവിലുള്ള അനുഗ്രഹം ദൈവം ആത്മാവിനാണ് നൽകുന്നത്, അല്ലാതെ ജഡത്തിനല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ എൻ്റെ പ്രിയരെ. ആത്മാവിൻ്റെ അനുഗ്രഹം ആത്മാവിനാണ് ലഭിക്കുന്നത്, അല്ലാതെ ജഡത്തിനല്ല. ജഡത്തിന് ദാനങ്ങൾ മാത്രം യജമാനനായ സൃഷ്ടിതാവായ കർത്താവ് കൊടുക്കുമ്പോൾ, വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തെയും ദേഹിയുടെയും അധികാരി നമ്മുടെ യജമാനനായ കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തെ ദേഹിയിൽ കർത്താവെന്ന് വിളിക്കുന്നത് തെറ്റല്ല, അത് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. പക്ഷേ ആത്മാവിന് നമ്മുടെ ദൈവം കർത്താവല്ല. നമ്മുടെ ദൈവം ആത്മാവിൽ ജനിച്ചവന് ജനിച്ച ആത്മാവിന് ദൈവം പിതാവാണ്. ദൈവം കർത്താവ് ആർക്കാണ്? ജഡത്തിന് മാത്രമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിൽ രണ്ട് മനുഷ്യനുണ്ട്. ഒന്ന് പുറമേയുള്ള മനുഷ്യനും, മറ്റൊന്ന് അകത്തെ മനുഷ്യനും. പുറത്തെ മനുഷ്യൻ സമം ജഡം, അകത്തെ മനുഷ്യൻ സമം ആത്മാവ്. ഹല്ലേലൂയ. ആത്മാവ് എല്ലാ മനുഷ്യനിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഭൂമിയിൽ അമ്മ പ്രസവിച്ചത് മരണം വരെയും ജീവിക്കുന്ന ഒരു മനുഷ്യനും ആത്മാവ് ഉണ്ടാകണമെന്നില്ല. ആത്മാവ് ഉണ്ടാകണമെങ്കിൽ ആത്മാവ് നമ്മളിൽ വീണ്ടും ജനിക്കണം.
ആരാണ് ആത്മാവ്? പരിശുദ്ധാത്മാവ്. ദൈവമാണ് ആത്മാവ്. ഈ ദൈവമായ പരിശുദ്ധാത്മാവായ ആത്മാവ് നമ്മളിൽ രണ്ടാമത് ജനിച്ചാൽ മാത്രമേ നമ്മളിൽ ആത്മാവ് ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കാത്ത പക്ഷം നമ്മളിൽ ആത്മാവില്ല. പിന്നെന്തേ ഉള്ളൂ? ജഡമാണ്, ദേഹിയാണ്. ജഡവുമുണ്ട്, ദേഹിയുമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ജഡത്തെ ദണ്ഡിപ്പിക്കുന്നവനെ നിങ്ങൾ ഭയപ്പെടണ്ട. ജഡത്തെയും ദേഹിയെയും ദണ്ഡിപ്പാൻ കഴിവുള്ളവനെ ഭയപ്പെടണം. ആത്മാവിനെ ദണ്ഡിപ്പിക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ ആത്മാവിനെ ദണ്ഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ദണ്ഡനം ആത്മാവിനല്ല, ദണ്ഡനം ജഡത്തിനും ദേഹത്തിനും ദേഹിക്കുമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അറിയാത്തൊരു ഘടകം നമ്മളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ അപ്പുറമായാണ് മനുഷ്യജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കാത്തൊരു വ്യക്തിയിൽ ആത്മാവിൻ്റെ പ്രവൃത്തിയില്ലേ ഇല്ല. ആത്മാവില്ലാത്തൊരു വ്യക്തി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചാൽ ദൈവം വേണ്ട, നീ പിതാവേ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു കർത്താവ് എഴുന്നേറ്റ് പോത്തൊന്നുമില്ല. പക്ഷേ അവകാശമില്ല, അനുഗ്രഹം ലഭിക്കില്ല. അങ്ങനെയെങ്കിൽ അനുഗ്രഹം ആർക്കാണ് ലഭിക്കുന്നത്? ആത്മാവിന്. ആത്മാവിന് അനുഗ്രഹം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവിനെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് കൊണ്ടാണ്. ഈ ആത്മാവിനെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് കൊണ്ട് ദൈവം ഈ ആത്മാവിൻ്റെ ആരായിത്തീരുന്നു? പിതാവായി തീരുന്നു. അങ്ങനെ ആത്മാവിൻ്റെ പിതാവായി തീർന്നാൽ മാത്രമേ പിതാവിൽ നിന്നുള്ള അനുഗ്രഹം ആത്മാവിന് ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൗമിക ജീവിതത്തിൽ ഭക്ഷണം തരികയില്ല, പാർപ്പിടം തരികയില്ല, വസ്ത്രം തരികയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭൗമിക ജീവിതത്തിൽ മനുഷ്യൻ ജനിച്ച മുതൽ മരിക്കുന്നതുവരെയും സ്തോത്രം, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം സൃഷ്ടിയും സൃഷ്ടിതാവുമായിട്ടുള്ള ബന്ധമാണ്. അതിൽ പിതാവെന്ന അവകാശം വരികയില്ല. സ്തോത്രം. ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്നാണ്. വരുവീൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോടായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യനാണ് ആരാണ്? വചനത്തിൽ ജനിച്ച് വചനമായതാണ്, അവരാണ് ശിഷ്യർ. ഹല്ലേലൂയ. ദൈവം അഭിഷേകം ചെയ്ത അഭിഷക്തന്മാരാണ് ശിഷ്യർ. ഹല്ലേലൂയ. ഇന്നും വചനത്തിൽ ജനിച്ച വചനത്തെയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 1:22 പറയുന്നു, അവൻ നിങ്ങളെ മുദ്രയിട്ടും. ആരാണ് കോരിന്ത്യർ എന്ന് പറഞ്ഞാൽ? കോരിന്ത്യർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പൗലോസിന്റെ കാലത്ത് പൗലോസും ശീലാസും കർത്താവിന്റെ ദാസന്മാർ ചെന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ ദൈവം തുറന്ന് അവർ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനമേ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ അവർക്ക് ഒന്നാമത് എന്ത് ലഭിച്ചു? പാപമോചനം ലഭിച്ചു. രണ്ടാമത് അവർ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനം ലഭിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ പങ്കാളിത്തം വഹിച്ചു. യേശു ക്രിസ്തുവിനോട് ചേർന്നു. ഇക്കാരണങ്ങളാൽ യേശു ക്രിസ്തു എന്ന സത്യത്തിന്റെ ആത്മാവരെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചു. സ്തോത്രം. അങ്ങനെ അവർ ആരായി തീർന്നു? ആത്മാവിൽ ദൈവത്തിന്റെ പുത്രനായി തീർന്നു. അപ്പം ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് ജഡമല്ല, ദേഹിയല്ല. പിന്നെ ആരാണ്? ദൈവത്താൽ ജനിക്കപ്പെട്ട ആത്മാവാണ്. ആത്മാവിൽ ജനിച്ചത് ആത്മാക്കളാകുന്നു. ആത്മാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ നമ്മളെല്ലാവരും ആത്മാവിൻ്റെ അവയവങ്ങളാണ്. ആത്മാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ ദൈവത്തെ അപ്പാ പിതാവ് എന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം ആത്മാവാകിയാൽ ആത്മാവിൽ നിന്ന് ജനിച്ചത് ദൈവമെന്ന ആത്മാവിൻ്റെ അവയവമാകുന്നു. ആത്മാവായ ദൈവം പിതാവായ ദൈവമാകിയാൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ അവയവമാണ്. ആകയാൽ പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നത് പരിശുദ്ധാത്മാവായ യേശുക്രിസ്തു എന്ന ദൈവമായ പരിശുദ്ധ പിതാവാണ്. ഇത് ഒത്തിരി ആളുണ്ടെന്നല്ല, ഒരു ദൈവത്തിൻ്റെ പല പ്രവൃത്തികളാണ്. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവം അത്രയും പേരുണ്ടെന്ന് ചിന്തിക്കുന്നവർ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢികൾ.
കർത്താവാകുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായിട്ട് തീരുക. കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണേണ്ടതിന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. അപ്പം ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ദൈവമുണ്ട്. ആർക്കാ ദൈവമില്ലാത്ത? ഹിന്ദുവിന് ദൈവമില്ലയോ? മുസ്ലിമിന് ദൈവമില്ലയോ? ജൈന മതക്കാരന് ദൈവമില്ലയോ? ബുദ്ധമതക്കാരന് ദൈവമില്ലയോ? ഏത് മതക്കാരനാ ദൈവമില്ലാത്ത? എല്ലാ മതക്കാരനും ദൈവമുണ്ട്. ഇഷ്ടംപോലെ മതങ്ങളുണ്ട്, അവർക്കെല്ലാം ദൈവങ്ങളുണ്ട്. അവരെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഏത് ദൈവത്തെ അന്വേഷിക്കുന്നു, എങ്ങനെ അന്വേഷിക്കുന്നു, ഇത് രണ്ടും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, എങ്ങനെയെങ്കിലും ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടോ ഏതെങ്കിലും ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടോ തിരുവെഴുത്തും പ്രകാരം നമ്മൾ ബുദ്ധിയുള്ളവരാകില്ല. ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുക. അതിന് ദൈവം തൻ്റെ ശിഷ്യന്മാർ മുഖാന്തരമായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആ അടിസ്ഥാനത്തിന്മേലാണ് നമ്മുടെ വിശ്വാസം എന്ന വീട് പണിത് ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ലോകത്തിൽ രണ്ട് തലത്തിലുള്ള, അതായത് കൃപായുഗമായതുകൊണ്ട് രണ്ട് തലത്തിലുള്ള നിയമമുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ നിയമവും, മറ്റൊന്ന് ആത്മാവിൻ്റെ നിയമവും. ജഡത്തിൻ്റെ നിയമത്തെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഉപദേശത്തെയാണ് സത്യോപദേശം എന്ന് പറയുന്നത്. സത്യോപദേശം എന്ന് പറഞ്ഞാൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഉപദേശം. ആ ഉപദേശത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഇതിൻ്റെ തുടക്കമിട്ടത് യെരുശലേമിലാണ്. യെരുശലേമിൽ തുടക്കമിട്ടത് ഏത് രീതിയിലാണോ അപ്പോസ്തലന്മാർ തുടങ്ങി വെച്ചത്, അതേ രീതിയിലാണ് ഇതിൻ്റെ അവസാന നിമിഷം വരെയുള്ള അത് യാത്ര ചെയ്യുന്നത്. ആമേൻ. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ആ അപ്പോസ്തലന്മാർ മുഖാന്തരം സ്ഥാപിച്ചിരിക്കുന്ന ദൈവീയ ഉപദേശത്തിൽ നമ്മൾ വരികയില്ല. നമ്മൾ വരാത്ത പക്ഷം നാം അനുഗ്രഹിക്കപ്പെടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കാതെ യേശുക്രിസ്തുവിലുള്ള അനുഗ്രഹം നമുക്ക് വരികയില്ല. ദൈവം അനുഗ്രഹിക്കേണ്ടത് നമ്മുടെ ആത്മാവിനെയാണ്. വരുവീൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ആത്മാവിലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞാൻ യേശുക്രിസ്തു മുഖാന്തരം ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, JCNDSTയിലെ എൻ്റെ സഹോദരങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിലേക്ക് വരുവീൻ. സത്യത്തെ അസത്യമെന്ന് പറയുന്നത് മതിയാക്കുവീൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സത്യമേതാ അസത്യമേതാ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് ദൈവം ഈ ലോകത്തിൽ എത്ര ഭാഷകൾക്ക് ലിപിയുണ്ടോ ആ ഭാഷകളിലെല്ലാം വിശുദ്ധ ബൈബിൾ അടിച്ചു വച്ചിട്ടുണ്ട്. അപ്പോസ്തോലിക ഉപദേശം അടിച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യ ഉപദേശം ഏതാണെന്ന് തിരിച്ചറിയുവാൻ ഏതൊരു വ്യക്തിക്കും കഴിയും. അസത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ ഏതൊരു വ്യക്തിക്കും കഴിയും. സത്യത്തെ അനുകൂലിക്കാത്തതെല്ലാം അസത്യമാണ്. ഹല്ലേലൂയ. ചിലർ പറയുന്നത് കേൾക്കുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാ സ്നാനം. അതേ കാര്യം തന്നെ ഞങ്ങളും നിങ്ങളോട് പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമെന്ന് പറഞ്ഞാൽ, അത് നാമമെന്ന് പറഞ്ഞാൽ നാമാകുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രിയരെ, പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചത്. ആകയാൽ പുത്രൻ്റെ പേര് യേശു ഇട്ടിരിക്കുന്നത് കൊണ്ട് ഗബ്രിയേൽ ദൂതൻ്റെ ആലോചന പ്രകാരം മറിയവും യോസഫും കൂടെ യേശു എന്ന് പേരിട്ടെങ്കിൽ, ജനിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ, ഈ യേശു എന്ന പേരിൻ്റെ ഉടമസ്ഥൻ പറയുന്നു, പരിശുദ്ധ പിതാവേ, ഇത് നിന്റെ പേരാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം. ആമേൻ. പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട് പിതാവിൻ്റെ പേര് യേശു എന്നാകുന്നു. പുത്രൻ ഒരിക്കലും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും നമ്മളെ കള്ളം പഠിപ്പിക്കില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠ ഗുരു, ഒന്നാമത്തെ ഗുരു നമ്മുടെ ശ്രേഷ്ഠ അപ്പോസ്തലനായ യേശു ക്രിസ്തു ആകുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഈ യേശു ക്രിസ്തു പറഞ്ഞതാണ്, പിതാവിൻ്റെ പേര് യേശു ആകുന്നു. പിതാവിൻ്റെ പേരിലാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പേര് യേശു എന്നാകുന്നു. എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കൊണ്ട് എൻ്റെ ഫുൾ പേര് പത്രമാണ് യേശു ക്രിസ്തു എന്നാണ്. ഈ യേശു ക്രിസ്തു എന്ന പേരിലാണ് പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ 14:26 എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. അത് പെന്തക്കോസ്ത് നാൾ അയക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന പേരിൽ.
അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആമേൻ, സാത്താൻ നിങ്ങളെ ചതിക്കരുതേ. കർത്താവ് മധ്യാകാശത്തിൽ നിന്നുകൊണ്ട് ഇവിടെ കയറി വരുന്ന പരിശുദ്ധ പിതാവ് വിളിക്കുമ്പോൾ, ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ഈ ഭൂമിയിൽ ജീവിക്കാത്ത ആർക്കും റാപ്ചർ ഉണ്ടാവില്ല. അതൊന്നാമത്തെ ബേസിക്കലി കാരണം, സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ നാം സ്നാനത്തോടുകൂടി യേശു ക്രിസ്തുവിനോട് ചേരുന്നു. അർത്ഥാൽ യേശു ക്രിസ്തു എന്ന പേരിനെ നമ്മൾ ധരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ യേശു ക്രിസ്തു എന്ന പേര് നമ്മൾ ധരിച്ചാൽ മാത്രമേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലുള്ള ഉയർപ്പ് ഉണ്ടാകുകയുള്ളൂ. പ്രിയരെ, ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ദൈവിക വഴികളിലാണ് ചെയ്യുന്നത്. അതിന് ഒരു മാലിന്യവുമില്ല. ഒരു കർത്താവാകുന്ന ദൈവം ഒരു സോറിയും പറയത്തില്ല. കാരണം സർവശക്തൻ, സർവജ്ഞാനിയാണ്. അവൻ ഒരിക്കൽ ഒന്ന് ചെയ്താൽ അത് അന്ത്യം വരെ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ഒന്ന് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറ്റി പറയാൻ ദൈവം മനുഷ്യനല്ല. എൻ്റെ പ്രിയരെ, സാത്താൻ നിങ്ങളെ വഞ്ചിക്കല്ലേ. മാനസാന്തരപ്പെടുവീൻ, ദൈവത്തിന് യോഗ്യമായ ഫലം കായ്പേൻ. നാം അനുഗ്രഹം ആത്മാവിൽ യേശു ക്രിസ്തു മുഖാന്തരമായിട്ട് അനുഗ്രഹം പ്രാപിച്ചിട്ട് വേണം കോരകൂത്തന്മാർക്ക് രക്ഷാപൂർത്തീകരണം പ്രാപിപ്പാൻ. പ്രിയരെ, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക അവര്. നമ്മുടെ റാപ്ചർ നമ്മുടെ തേജസ്വീകരണം നമ്മൾ തേജസ്വീകരണം പ്രാപിച്ചിട്ട് ഈ തേജസ്വീകരണം കണ്ടിട്ട് രക്ഷാപൂർത്തീകരണം പ്രാപിക്കാൻ കാത്തിരിക്കുന്ന കോരഹപുത്രന്മാരെ ലജ്ജിപ്പിക്കല്ലേ എൻ്റെ പ്രിയരെ. മാനസാന്തരപ്പെടുവീൻ, മടങ്ങി വരുവീൻ, ആത്മാവിൽ അനുഗ്രഹം പ്രാപിപ്പീൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക ഉപദേശത്തിൽ റൂട്ടിൽ തന്നെ വിശുദ്ധ ജീവിതം നയിപ്പാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.